ഞാൻ എലിസബത്ത് ജോർജ്. ഞാനൊരു ചാരിറ്റി പ്രവർത്തകയാണ്. 2016 രജിസ്റ്റർ ചെയ്ത് കാരുണ്യഹസ്തം ചാരിറ്റബിൾ സൊസൈറ്റി എന്നൊരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട്. ഇത്രയും 7-8 വർഷമായിട്ട് ഈ ചാരിറ്റി പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ ചാരിറ്റി പ്രവർത്തനത്തെക്കുറിച്ചാണ്. ഇതിൽ എൻ്റെ ഒരു സ്വപ്നമുണ്ട്. ആ സ്വപ്നം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ചാരിറ്റി ലൈഫ് എന്ന് പറഞ്ഞാൽ ചാരിറ്റി ലൈഫ് എനിക്ക് അറിവുവെച്ച കാലം മുതൽ ഞാൻ എന്നുവെച്ചാൽ സഹജീവികളോട് സ്നേഹമുള്ളൊരു പാർട്ടിയാണ്. എനിക്കങ്ങനെ എല്ലാവരോടും സഹതാപവും സ്നേഹവും എല്ലാം ഉള്ളതാണ്. വിഷമിക്കുന്നവരെയൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ പൈസ ഉള്ള കാലത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കല്യാണം കഴിഞ്ഞ ശേഷം ഞാനിവിടെ ട്രിവാൻഡ്രത്ത് താമസമാക്കാൻ വന്നപ്പോഴത്തേക്ക് അന്ന് മുതൽ ഞാൻ ഈ വെട്ടുകാട് പള്ളിയിലെ പരിസരത്തൊക്കെ ഉള്ള ധർമ്മക്കാർക്കൊക്കെ പൊതിച്ചോറ് കൊടുക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നത് ഇവിടെ ഇല്ലെങ്കിലും, അത് ഞാനിപ്പോൾ ശരിക്കും ദുബായിലാണെങ്കിലും അതല്ല സിംഗപ്പൂരിലാണെങ്കിലും അവിടെ നിന്ന് ഞാൻ ഈ കാറ്ററിംഗ് സെന്ററിലുള്ള അവരുടെ അടുത്ത് വിളിച്ച് പറഞ്ഞിട്ട് കാറ്ററിംഗ് സെന്ററിൽ വിളിച്ച് പറഞ്ഞിട്ട് എല്ലാ ഫെസ്റ്റിവൽ മീൻസ് മറ്റേ ക്രിസ്മസിന്, മറ്റേ നമ്മുടെ ന്യൂ ഇയർ, ഈസ്റ്റർ അങ്ങനെയൊക്കെ വരുന്ന ഫെസ്റ്റിവലുകളുണ്ടല്ലോ, ആ സമയത്ത് ഞാൻ ഈ ഓൾഡ് ഏജ് ഹോമുകളിൽ ഈ ശാന്താമറിയ, അഭയ അങ്ങനെയൊക്കെയുള്ള ഇവിടെ ആകാശപ്പറവ കുറേ എല്ലാ ഓൾഡ് ഏജ് ഹോമിലും ഞാനിവിടെ ഇല്ലെങ്കിൽ പോലും ഫുഡ് കാറ്ററിംഗ് സെന്ററിൽ വിളിച്ച് പറഞ്ഞിട്ട് ഫുഡ് എത്തിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ സിംഗപ്പൂർ മോൻ്റെ അടുത്ത് നിന്നിട്ട് നാട്ടിൽ വന്നപ്പോൾ ഈ റോഡിൽ പടിഞ്ഞാറക്കോട്ടയിൽ ഒരു മാമൻ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ഓട്ടോറിക്ഷ നിർത്തിയിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ ഇവിടെ കിടക്കുന്ന, ആരും ഇല്ലേന്ന് ചോദിച്ചു. എന്താ പത്മനാഭൻ്റെ മണ്ണിൽ എനിക്ക് കിടന്നൂടെയെന്ന് തർക്കുത്തരം പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, മാമനെ ഞാൻ കൊണ്ടുപോയിക്കോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എണീറ്റിരുന്നിട്ട് എൻ്റെ അന്നേരം 10:30 മണി കഴിഞ്ഞു, എൻ്റെ രാത്രി. ഫ്ലൈറ്റിൽ വന്നിറങ്ങിയിട്ട് വീട്ടിലോട്ട് പോവാം. അപ്പം എന്നോട് പറഞ്ഞു, വീട്ടിലല്ല, ഞാൻ അന്ന് ഇവിടെ മറ്റേ നമ്മുടെ നജീബ് സാറിൻ്റെ ഹോട്ടലിലാണ് അന്ന് താമസിച്ചത്. കാരണം അന്ന് വീടില്ല നമുക്ക്. അപ്പോൾ തൽക്കാലം ഞാൻ ഒരു ട്രീറ്റ്മെൻറ്റിന് വന്നതാ. അങ്ങനെ പുള്ളി പറഞ്ഞു, ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് ഇത്രയും വന്ന് ചോദിച്ച സ്ഥിതിക്ക് എനിക്കൊരു കട്ടൻ ചായ മേടിച്ചു തന്നിട്ടു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചായക്കായിട്ട് മറ്റേ വയലിൽ ഭാഗത്തില്ലേ, വയലിൽ ഹോട്ടലിൽ ഇരിക്കുന്നില്ലേ ഈഞ്ചക്കില്, അവിടെ മുതൽ ഈസ്റ്റ് കോട്ട് മുഴുവൻ നോക്കി. പക്ഷെ ചായക്കട ഒരു കടയിലും ചായയില്ല. 10:30 മണിക്ക് ശേഷം ഞാനങ്ങ് പോയി. പിറ്റേ ദിവസം എനിക്ക് കിടന്നിട്ട് ഉറക്കം വന്നില്ല. ഞാൻ തിരിച്ച് മാമനെ തിരക്കി വന്നപ്പോ മാമൻ മിണ്ടൂല, ദേഷ്യം. പിന്നെ ഞാൻ രാവിലെ പറഞ്ഞു പിണങ്ങണ്ടാന്ന് പറഞ്ഞ് കൂടെ അവിടെ ഇരുന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ മാമൻ എന്തോ എന്നെ ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ ചോദിച്ചു, അവര് മറ്റേ ഒരു അഡ്വക്കേറ്റ് കൊച്ചുണ്ടായിരുന്നല്ലേ ഈ ചാരിറ്റി ഒക്കെ ചെയ്യുന്ന, ആ കൊച്ച് അശ്വതി ജോലയാ. പുള്ളി എങ്ങാണ്ട് ഇതിനെ ഒരു ഗവൺമെന്റിന്റെ ഒരു ആതുരാലയത്തിൽ കൊണ്ടുവിട്ടു. അവിടെ ഈ പുള്ളിക്കാരന് നടക്കാനൊന്നും പറ്റത്തില്ല. അപ്പൊ ഉപദ്രവിച്ചെന്ന് പറഞ്ഞ് തിരിച്ചിവിടെ തന്നെ കളക്ടറെയൊക്കെ വരുത്തി റോഡിൽ തന്നെ കൊണ്ടുവിട്ടു. ആൾക്കാർക്ക് പൈസയെ കൊടുക്കും. ജയിലെടുത്തേക്ക് വരെ കൈ നോക്കിയ ആളാന്നാ പറയുന്നേ. ഇത് നോക്കും, ജാതകം എന്തോ ജോത്സ്യം നോക്കുന്ന ആളാ. അങ്ങനെ പുള്ളിക്കാരൻ്റെ ഞാൻ ചോദിച്ചു, ഞാനൊരു ഓൾഡ് ഏജ് ഹോം, ഞാനൊരു ഇതുപോലെ ചാരിറ്റി ഒരു വീടെടുത്താൽ മാമൻ എൻ്റെ കൂടെ വരും? അമ്മ വീടെടുക്കണേ ഞാൻ വരാം എന്ന് പറഞ്ഞു. അങ്ങനെ ആ പുള്ളിക്ക് വേണ്ടി നെക്സ്റ്റ് ടൈം വന്നിട്ട് ഞാൻ 2016 ഞാനിവിടെ വരുന്നത്. വന്നിട്ട് ഈ വീടിന്റെ തൊട്ടപ്പുറത്ത് കാണുന്ന വീടാണ് ആദ്യം എടുക്കുന്നത്. എടുത്തിട്ട് ഞാൻ വിളിക്കാൻ പോയി. മാമൻ വരൂല. മാമൻ പറഞ്ഞ്, എനിക്ക് ആ കിടക്കുന്ന പരിസരത്ത് തന്നെ വീടെടുക്കണം, മാമനൊരു ബൈസ്റ്റാൻഡർ വേണം, പിന്നെ ഒരു ഓഫീസ് റൂം വേണം. ഞാൻ ഡെയിലി 400 രൂപ അമ്മയ്ക്ക് ഉണ്ടാക്കി തരും, അതായത് ജോത്സ്യം നോക്കി. ഞാൻ പറഞ്ഞു, മാമന്റെ 5 പൈസ എനിക്ക് വേണ്ട, വരുന്നെങ്കിൽ വാ, ഞാൻ മാമന് വേണ്ടിയിട്ടാണ് വീടെടുത്തതെന്ന് പറഞ്ഞു. അപ്പോൾ വന്നില്ല. പിന്നെ ഞാൻ ശരി, അപ്പൊ എല്ലാവരോടും ഞാൻ അന്വേഷിച്ചു, ഇതെന്താ പറഞ്ഞു, കുരിശാവും വേണ്ട, ഇങ്ങനെ ഡിമാൻഡ് വെക്കുന്ന ഒരാളെ കൊണ്ടുപോയാൽ പ്രശ്നമാവും എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ ഇതങ്ങ് വിട്ടു. എന്നാലും ഇടയ്ക്ക് ഞാൻ പോവും, ഫുഡ് വാങ്ങിച്ചു കൊടുക്കും, വരും, പൈസ കൊടുക്കും, അങ്ങനെയൊക്കെ. റോഡിൽ കിടക്കുന്നത് അതിനകത്ത് തന്നെയല്ലേ. അപ്പൊ ആരും ഇല്ലല്ലോ, അതുകൊണ്ട് ആരും ഇല്ലാത്തവരെ നമുക്ക് അവഗണിക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മളെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് അങ്ങനെയൊക്കെ കണ്ണു തുറന്ന് നോക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പൊ പുള്ളിക്കാരനെ ഞാൻ പോകും, ഇടയ്ക്ക് പോകും, എൻ്റെ അടുത്ത് പിണക്കമൊന്നുമില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞ മാമന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ കണ്ണാന്തുറ ഇങ്ങനെ വീടെടുത്തത്. ഇവിടെ ഹോൾസെയിൽസിന്റെ അടുത്ത് ഞാൻ വീടെടുത്ത് അവിടെയാണ് കിട്ടിയത് എനിക്ക്. അത് 8,000 രൂപയ്ക്ക് കിട്ടിയ വാടക കിട്ടി.
അങ്ങനെ അവിടെ നിന്നാണ് ഇവിടെ വന്നിട്ട് 8 വർഷമായി. ഇതേ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. പിന്നെ ഇത് റെന്റ് 10,000 രൂപ റെന്റ്. പക്ഷെ ഞാൻ ഈ ചാരിറ്റിയിൽ ഇങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ച എന്തായാലും നമുക്ക് വഴി വേറെ ആയിരിക്കാം. അങ്ങനെ ഞാൻ അട്ടത്തോട്, അട്ടപ്പാടി, പിന്നെ ഈ ബുദ്ധിമാന്യം സംഭവിച്ച കുട്ടികളെ നോക്കുന്ന തൃശ്ശൂർ ഒരു സ്ഥലമുണ്ട്, അവിടെ പിന്നെ അഭയ, അങ്ങനെയൊക്കെയുള്ള എല്ലാ സ്ഥലത്തും എവിടെ ഓൾഡ് ഏജ് ഹോം, പിന്നെ കുട്ടികളുടെ അങ്ങനെയൊക്കെയുള്ള സ്ഥലത്തൊക്കെ പോയി അവരെയൊക്കെ എന്നാൽ കഴിയുന്ന സഹായങ്ങൾ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം അട്ടപ്പാടിയല്ല, അട്ടത്തോടാണ്. അട്ടപ്പാടിയിൽ ചെറിയ പുരോഗമനം ഉണ്ട്, വീടുകളൊക്കെ ഉണ്ട്. ഈ അട്ടത്തോടെന്ന് ചോദിച്ചാൽ അറിയോ? അതാ അട്ടത്തോട് ഇത്രയും അടുത്ത് കിടക്കുന്ന, എല്ലാവരും ശബരിമല പോകുന്ന ആൾക്കാരാണ് അല്ലേ, എല്ലാവരും ദൈവഭക്തരാണ്. പക്ഷെ ഈ അട്ടത്തോടെന്ന് പറയുന്നത് ഞാൻ ചോദിച്ച ആർക്കും അറിയില്ല. പക്ഷെ എന്നെ ഒരു വേറൊരു ചാരിറ്റി ആൾക്കാരാണ് എന്നെ ആദ്യം കൂട്ടി പോണത്. അപ്പൊ അവര് അവിടെ കാണാൻ കഴിഞ്ഞ കുറേ കൊച്ചുങ്ങളുണ്ട്. പക്ഷെ അവർക്കൊന്നും ഡ്രസ്സില്ല, പൊടി കുഞ്ഞുങ്ങൾ, അവർക്കൊന്നും ഡ്രസ്സില്ല. കാരണം അവർക്ക് ഡ്രസ്സ് വാങ്ങി കൊടുക്കാനുള്ള ഒരു നിവൃത്തിയില്ല, വീടില്ല. അവര് ഇന്നിപ്പോ ഒരു വീട്ടിൽ താമസിച്ച് അവരൊരു ഷെഡ് പോലെ ഉണ്ടാക്കി അതിൽ താമസിക്കണേ. ആന അന്നപ്പം നമ്മളെ പോലുള്ള ഒരു വല്ല ഒക്കെ കഴിക്കാനുള്ള ഫുഡ് ഐറ്റംസ് കൊണ്ട് കൊടുക്കണേ. ആന കയറി അരിയെല്ലാം കഴിച്ച് എല്ലാം ചവിട്ടി മെതിച്ച് ഇട്ടിട്ട് പോകും. പിന്നെ അവർ വേറെ കുടിയേറി പാർക്കും. പക്ഷെ ഇവർ ഏത് ഏരിയയിലുണ്ടെന്നുള്ളതിനൊരു തെളിവെന്ന് പറഞ്ഞാൽ അവരൊരു കമ്പ് കുത്തിയിട്ട് അതിലൊരു കവർ ഇട്ടേക്കും, പ്ലാസ്റ്റിക് കവർ. അപ്പോൾ അവിടെയുള്ള ആരെങ്കിലും വിളിച്ച് അവർ ഒരു സൗണ്ട് വയ്ക്കും, ഇവരെല്ലാം ഇറങ്ങി വരുമ്പോൾ നമ്മൾ നമ്മുടെ കയ്യിലുള്ള എന്താണെന്ന് വെച്ചാൽ അവർക്ക് കൊടുക്കും. ഡ്രസ്സ് ഐറ്റംസ് ആയാലും എന്തായാലും. പക്ഷെ എല്ലാവരും കൊണ്ട് കൊടുക്കുന്നത് പഴയ ഡ്രസ്സല്ലേ, പഴയ ഡ്രസ്സുകൾ യൂസ്ഡ്. കാരണം നമുക്ക് വേണ്ടാത്തതല്ലേ നമ്മൾ കൊണ്ട് കൊടുക്കുന്നത്, അതാ കൊണ്ട് കൊടുക്കുന്നത്. പക്ഷെ ഞാൻ ചിന്തിച്ചപ്പോൾ വിചാരിച്ചു, പൊടി കുഞ്ഞുങ്ങൾ അവര് ഇടാത്തതല്ലേ നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ഈ ഹോൾസെയിൽ കട റാണി പോയിട്ട് പിള്ളേരുടെ ഞാൻ 2-3 പ്രാവശ്യം കണ്ടല്ലോ ഓരോ ഏജ് ഇതനുസരിച്ച്. അവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മോനുണ്ട്, അജിത്ത് മോൻ, ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. പിന്നെ അഭിഷേക്, പിള്ളേരിപ്പോ വലുതായി കാണും, ഇപ്പൊ കുറച്ച് കൊറോണയ്ക്ക് ശേഷം അധികം പോകാറില്ല. പിന്നെ അവിടെ ഇങ്ങനെ പോകും, ആ കൊച്ചിനെയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നെ, ഞാൻ എടുത്തോണ്ടിരിക്കുന്ന ഫോട്ടോ ഒക്കെ ഉണ്ട്. അപ്പൊ അവിടെ കുറേ കുട്ടികളുണ്ട്, പെൺകുട്ടികളല്ല. പിന്നെ ഞാൻ വിചാരിച്ചു ഒരു കൊച്ചൊഴിച്ച്, അഭിഷേക് ഒഴിച്ച് ഒരൊറ്റ കുട്ടികളും കൊടുത്ത കുട്ടികൾ ചിരിക്കത്തില്ല. ചിരിക്കെ അവർക്ക് സന്തോഷം എന്താണെന്ന് അറിയത്തില്ല. അവര് പിന്നെ ഈ കളിക്കുന്ന എങ്ങനെയാണെന്ന് അറിയത്തില്ല, അവർക്കൊന്നും അറിയത്തില്ല. അവര് കളി സാധനങ്ങൾ കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മുടെ ക്യാഷ് പരിമിതിയാണ്, കുറച്ചേ ഉള്ളൂ. മോൻ 10-60,000 രൂപ അന്ന് അയക്കുമായിരുന്നു. അപ്പം ഒരു 30,000 ഞാൻ ചാരിറ്റി ചെയ്യുമായിരുന്നു. 30,000 പെർ മന്ത് ചാരിറ്റി ചെയ്യുമായിരുന്നു. ഇവിടെ തീരദേശത്ത് 50 കിറ്റ് വീതമൊക്കെ കൊടുക്കുമായിരുന്നു എല്ലാ മാസവും. ഇപ്പോഴാണ് കൊടുക്കാത്തത്, ഇപ്പൊ പൈസ ഇല്ല, അങ്ങനെ കൊടുക്കുന്നില്ല, ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല. പക്ഷെ ഞാൻ ചാരിറ്റി തുടങ്ങിയ സമയത്ത് ഞാൻ ഫേസ്ബുക്ക് ആദ്യമായിട്ട് എടുക്കുന്നത് 2015 എന്ന് തോന്നുന്നു. കാരണം ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്, ചാരിറ്റി തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ഫേസ്ബുക്ക് ഇതാക്കുന്നത്. അപ്പൊ അന്നേരം കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടി, സൗദിയിലൊക്കെ ഉള്ള ഒരു തങ്കച്ചൻ വർഗീസ്, അബുദാബിയിലുള്ള അജു വർഗീസ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടി. ഇവർ രണ്ടുപേരും എന്നെ നല്ല ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. തങ്കച്ചൻ വർഗീസ് സൗദിയിലുള്ള, അബുദാബിയിലുള്ള അജു വർഗീസ്, ഇവർ രണ്ടുപേരും എൻ്റെ ചാരിറ്റിക്ക് നല്ല ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ചാരിറ്റി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇപ്പം ഞാൻ ചെയ്യുന്നില്ല, ചെയ്യാത്തത് പൈസ ഇല്ലാത്തത് കൊണ്ടാണ്. പിന്നെ എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ എനിക്ക് ട്രീറ്റ്മെൻറ്റിന് തന്നെ 10-15 ലക്ഷം രൂപയായി. അത് മകൻ തന്നെ എല്ലാം ചെയ്തത്. ചാരിറ്റി ചെയ്ത് അവൻ്റെ കയ്യിലും ഇല്ല, എൻ്റെ കയ്യിലും ഇല്ല. അപ്പം പിന്നെ കടമൊക്കെ വാങ്ങിച്ചാണ് അയച്ചു തന്നത്. അപ്പം അത് അങ്ങനെ അങ്ങ് പോയി. നല്ല സുഹൃത്തുക്കൾ പറയാം. പിന്നെ ഒരു ജോജി ഒരാളുണ്ട്, പിന്നെ അത് UK-യിലാണ്. പുള്ളി സഹായിച്ചിട്ടുണ്ട്, ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ പേര് മറന്നുപോയ ഒരു തെരേസ ചേച്ചി, ഞങ്ങളുടെ ഈ ഉദ്ഘാടനത്തിന് എനിക്ക് അവിടെ ഒരു സംഘടനയിൽ നിന്ന്, എൻ്റെ പേര് ഞാൻ മറന്നുപോയി, സംഘടനയിൽ നിന്ന് 35,000 ഒക്കെ വാങ്ങി അയച്ചു തന്നു. അവരും സഹായിച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ ചെറിയ സഹായം ഒരുപാട് ഫ്രണ്ട്സ് ചെയ്തിട്ടുണ്ട്. മുസ്ലിം സുഹൃത്തുക്കളായാലും അവരായാലും ഫേസ്ബുക്കിലെ ഫ്രണ്ട്സൊക്കെ 1000, 2000, 5000 അങ്ങനെയൊക്കെ വെച്ച് സഹായിച്ചിട്ടുണ്ട്. ഇപ്പോഴ് അങ്ങനെ ആരുമായിട്ടും കോണ്ടാക്റ്റ് ഇല്ല, ആ ഇതിൽ പോവണം. അപ്പം ഈ ചാരിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ പോകുമ്പോൾ, ഞാൻ ഈ റാണിയിൽ പോയിട്ട് പറഞ്ഞ് നിർത്തിയത് അങ്ങനെയല്ല, കുട്ടികൾക്ക് ഡ്രസ്സിന് വേണ്ടി റാണിയിൽ പോയി അവിടെ ഉള്ള ആൾക്കാരുടെ കുട്ടികളുടെ എല്ലാം ഇത് നോക്കിയിട്ട്
ഞാൻ പുതിയ ഡ്രസ്സ് മേടിച്ചോണ്ട് കൊടുത്തു. അപ്പൊ കുട്ടികളൊന്ന് ചിരിച്ചു കാണണമല്ലോ. അപ്പൊ ഞാൻ ഈ കിലുക്കാൻ പെട്ടി ഉണ്ടല്ലോ, നമ്മളൊക്കെ പണ്ട് ഉപയോഗിക്കുന്ന കിലുക്കാൻ പെട്ടിയില്ലേ, ഇപ്പോഴല്ലേ വലിയ വലിയ സംഭവങ്ങൾ കുട്ടികൾ ഉപയോഗിക്കുന്നത്. ആ കുറെ കിലുക്കാൻ പെട്ടി മേടിച്ച്, പിന്നെ ചെറിയ കാറുണ്ടല്ലോ ഇങ്ങനെ നിരക്കി വിടുമ്പോഴത്തേക്ക് ഓടിപ്പോണം, അതെല്ലാം കുറച്ച് മേടിച്ചുകൊണ്ട് കൊച്ചുങ്ങൾക്ക് കൊടുത്തപ്പോൾ 12-13 വയസ്സുള്ള കുട്ടികൾ വരെ വേണമെന്നും പറഞ്ഞ് പ്രശ്നം. ചെറിയ പിള്ളേർക്കൊക്കെ അവര് റോഡിലിരുന്നങ്ങ് കളിക്കാൻ തുടങ്ങി, ചിരിക്കാനും തുടങ്ങി. അപ്പൊ എനിക്ക് മനസ്സിലായി ഇനി പിള്ളേർക്ക് ഇങ്ങനൊക്കെ ഉള്ള ഒരു സ്നേഹവും പരിലാളനും ഒക്കെ കിട്ടാത്തത് കൊണ്ടായിരിക്കും. ഇവർ രാവിലെ എണീറ്റങ്ങ് ജോലിക്ക് പോകത്തില്ലേ, പിന്നെ ആരെങ്കിലും ഒക്കെ ഏൽപ്പിച്ചിട്ട് പോകും. അങ്ങനെ അവർക്ക് വീടില്ല. ഇപ്പോഴത്തെ അവസ്ഥ എനിക്കറിയില്ല. അവർക്ക് ആർക്കും അവിടെ ആർക്കും മേടിച്ചു കൊടുക്കുമെന്നൊക്കെ പറയും. ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് നമ്മൾ ശബരിമലയ്ക്ക് പോകത്തില്ലേ, പമ്പയിൽ എത്തുന്നതിന് മുമ്പായിട്ട് അട്ടത്തോട് പമ്പയുടെ തൊട്ടടുത്തും ഉണ്ട് കുറെ കുട്ടികളും കുറെ ആൾക്കാരുണ്ട്. ഇവർക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഷെഡുകളേ ഉള്ളൂ, വീടില്ല. അവരും മനുഷ്യരല്ലേ. അപ്പൊ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുടെ കയ്യിൽ കോടികളുണ്ട്. പക്ഷെ ഇവര് കണ്ണു തുറന്നൊന്ന് നോക്കി ഇവർക്കൊക്കെ ഒരു മുറി അടച്ചുറപ്പുള്ള ഒരു ഹാളും ഒരു ചെറിയ കിച്ചണും അങ്ങനെ ഒന്നും ഉണ്ടാക്കി കൊടുത്താൽ ഇവര് ഈ കുഞ്ഞുങ്ങളും നല്ല രീതിയിൽ വളർന്നു വരും. പക്ഷെ എൻ്റെ കയ്യിൽ കാശുണ്ടെങ്കിൽ ഞാനത് ചെയ്യും. ലോട്ടറി എടുക്കാറുണ്ട്. എടുത്താലും നമ്മുടെ ഗവൺമെന്റ് അതിന്റെ പിടിച്ച് ഇച്ചിരിയല്ലേ തരുള്ളൂ. വല്ല ദുബായി അബുദാബി ലോട്ടറി വല്ലതും കിട്ടുകയാണെങ്കിൽ നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ മരിക്കുന്നതിന് മുമ്പ് ചെയ്യാം. പിന്നെ എനിക്ക് വലിയൊരു മോഹമുണ്ട്. ഞാനിവിടെ വരുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ സങ്കല്പിച്ചു കൊണ്ടുവന്ന ഒരു ആഗ്രഹം, അത് ശരിക്കും ഓൾഡ് ഏജ് ഹോം, അനാഥാലയം എന്നൊക്കെ പറഞ്ഞാണല്ലോ അല്ലേ. അപ്പോ അങ്ങനെയല്ല, ഒരു സ്നേഹഭവനം. ഒരു സ്നേഹഭവനം എന്ന് പറയുമ്പോൾ സ്നേഹം കിട്ടാത്തവർക്ക്, നല്ല രീതിയിൽ ജീവിച്ചിട്ടില്ലാത്തവർക്ക്, നല്ല ഡ്രസ്സ് ഇടാതെ, നല്ല ഫുഡ് കഴിക്കാതെ, നല്ല എന്തുവാണ് ആഭരണമൊന്നും ഒക്കെ ഇടാതെയൊക്കെ ഇങ്ങനെ ജീവിതം എങ്ങനെയെങ്കിലുമൊക്കെ തട്ടി നീക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അവരെല്ലാവരെയും നമ്മൾ ജാതി മതഭേദമന്യേ ചേർത്ത് നിർത്തി ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നിട്ട് അവർക്ക് നമ്മൾ ഒരു ഇതിൽ, അതായത് നമ്മളിപ്പോൾ ഓൾഡ് ഏജ് ഹോം എന്ന് പറയുമ്പോൾ എല്ലായിടത്തും ഓൾഡ് ഏജ് ഹോം ഉണ്ട്. ഓൾഡ് ഏജ് ഹോമിൽ 10, 100, 200 ആൾക്കാരൊക്കെ ഇങ്ങനെ 500, 1500 ഒക്കെ ഉണ്ട്. പക്ഷെ അവർക്ക് ആവശ്യമുള്ളത് നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. അവർക്ക് ആവശ്യം ഉള്ളത് എന്താണ്? 3 നേരം ഫുഡും യോഗയും പിന്നെ എല്ലാം ഒക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ ശാന്തമറിയിലൊക്കെ യോഗയുണ്ട്, ഫുഡുണ്ട്. ഫുഡ് അവരറിയണ്ട, നമ്മളെ പോലുള്ളൊരു ആരെങ്കിലുമൊക്കെ ബർത്ത്ഡേ എന്തെങ്കിലും ആയിട്ട് എല്ലാ ദിവസവും ഫുഡൊക്കെ കിട്ടും, നല്ല വെറൈറ്റി നല്ല ഐറ്റം ഫുഡ് കിട്ടും. പക്ഷെ അവർക്ക് വേണ്ടത്, ഞാൻ ശാന്തമറിയയിൽ പോയപ്പോൾ എനിക്ക് തോന്നിയത്, ഒരു മറിയാമ്മ എന്ന് പറയുന്ന ഒരു അമ്മച്ചി, 10-85 വയസ്സ് വരും. അമ്മച്ചി ഇങ്ങനെ വാക്കറിൽ പിടിച്ച് നടക്കും. അപ്പൊ അമ്മച്ചി തന്നെ പോയി പ്ലേറ്റ് കഴുകുന്ന കണ്ടപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, എന്തിനാ ഇങ്ങനെ ചെയ്യിക്കുന്നത്? അമ്മച്ചിക്ക് തീരെ വയ്യല്ലോ. അപ്പൊ പറഞ്ഞു, അങ്ങനല്ല, അവര് എന്തായാലും നടക്കണമല്ലോ, എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ, അതുകൊണ്ടാണ് ചെയ്യിക്കുന്നത്, അല്ലാതെ വേറൊന്നും അല്ലാന്ന് പറഞ്ഞു. ഞാനൊന്ന് കണ്ടോട്ടെ എന്ന് ചോദിച്ചു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടുത്തെ ചെന്ന് അമ്മയുടെ അടുത്ത് ഇരുന്നപ്പോൾ എൻ്റെ വലിയമ്മച്ചിയാണ് എന്നെ വളർത്തിയത്. അമ്മയുടെ അമ്മയാണ് എന്നെ വളർത്തിയത്. 2 വയസ്സിൽ അമ്മ മരിച്ചതാ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ ഏജിലുള്ള ആൾക്കാരെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് ആണ്. ഞാൻ ചെന്ന് അമ്മച്ചിയുടെ അടുത്ത് ഇരുന്നപ്പോൾ അമ്മച്ചി എൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് വിതുമ്പി കരഞ്ഞിട്ട് പറഞ്ഞത്, എനിക്ക് ഇവിടെ പെയിനുണ്ട്, തടവിത്താന്ന് പറഞ്ഞു. അങ്ങനെ തടവി കൊടുത്തു. അപ്പൊ കാല് കാണിച്ചു. കാലിലിങ്ങനെ മൊരി പിടിച്ചിരിക്കുമല്ലോ, ഇങ്ങനെ ഒരു ഉണങ്ങിയിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കുന്നു. അപ്പം ഞാനിങ്ങനെ തടവി കൊടുത്തു. എന്നിട്ട് ഞാൻ ഇച്ചിരി വാസലിന് എന്തെങ്കിലും എണ്ണയൊക്കെ പുരട്ടി കൊടുത്താൽ അവർക്ക് ഒരു വല്ലാതെ ഇറിറ്റേഷൻ തോന്നുന്നുണ്ട് അമ്മയ്ക്ക്. അപ്പോൾ ഭയങ്കരമായിട്ട് വിതുമ്പി കരഞ്ഞു. അന്ന് ഞാൻ വിചാരിച്ച് അവരെ മക്കളെക്കുറിച്ച്, മനുഷ്യത്വം എന്ന് പറയുന്നത് അല്പമെങ്കിലും ഉണ്ടെങ്കിൽ ഈ പ്രായത്തിൽ കൊണ്ട് അങ്ങനെ കളഞ്ഞാൽ, അവരെ മനസ്സുരുകി കഴിഞ്ഞാലേ ഇവരൊന്നും ഒരിക്കലും ഗുണം പിടിക്കില്ല. സത്യം. കാരണം ആ അമ്മയ്ക്ക് അവിടെ ഇരിക്കുന്നതിൽ ആഹാരമല്ല അവർക്ക് വേണ്ടത്. അവർക്ക് വേണ്ടത് ഒരു 5 മിനിറ്റ് അവരെ കേൾക്കാൻ, അവർ പറയുന്നതിന് നമ്മൾ ചെവി കൊടുക്കാൻ തയ്യാറായിട്ട് അവരെടുത്ത് ഒരു 5 മിനിറ്റ് ഇരിക്കുക. അപ്പം ഞാൻ എൻ്റെ മനസ്സിലെ സങ്കല്പം എന്ന് പറഞ്ഞാൽ, ഇതുപോലൊരു സ്നേഹഭവനം ഞാൻ ജീവിച്ചിരിക്കുന്നെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാൻ എനിക്ക് കഴിഞ്ഞാൽ, എൻ്റെ കയ്യിൽ ഒതുങ്ങുന്ന, എനിക്ക് 5-5 മിനിറ്റ് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അത്ര മെമ്പേഴ്സ്, അത്ര മതി. തീരെ ഗതിയില്ലാത്ത, അതായത് വളരെ കഷ്ടത അനുഭവിക്കുന്ന, ആർക്കും വേണ്ടാത്ത ജന്മങ്ങളെ, അതിൽ പ്രായഭേദമില്ല. കുഞ്ഞു കുട്ടികളായാലും ശരി, തന്നെ നോക്കാൻ പറ്റാത്ത കൊച്ചുങ്ങളെയൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ വളരെ ഒരു കുടുംബം ആവണം. അതായത് നമുക്കിപ്പോൾ കൂട്ടുകുടുംബം എന്ന് പറഞ്ഞൊരു കുടുംബം ഇല്ലല്ലോ. എല്ലാം
ഇച്ചിരി ഇച്ചിരി ഒരാള് ഒരു കൊച്ച്, ഒരു കുടുംബം, അങ്ങനെയൊക്കെ ഉള്ള ഒരു കുട്ടി, ഒരു ഭാര്യ, ഭാര്യയൊക്കെ കൂടുതലുണ്ടായാലും ഒരു കുട്ടി, അങ്ങനെയുള്ള ഒരു സെറ്റപ്പ് ആണല്ലോ. അപ്പൊ അതുകൊണ്ട് ഒരു കൂട്ടുകുടുംബം, അതില് പിന്നെ അപ്പന്റെ സ്ഥാനത്ത്, അമ്മയുടെ സ്ഥാനത്ത്, സഹോദരങ്ങളുടെ സ്ഥാനത്ത്, മക്കളുടെ സ്ഥാനത്ത്, കൊച്ചുമക്കളുടെ സ്ഥാനത്ത്, അങ്ങനെ എല്ലാം അടങ്ങുന്ന ഒരു കുടുംബം. അതാണ് വേണ്ടത്. അപ്പൊ ഒരു കൂട്ടുകുടുംബം, അതിന്റെ സന്തോഷം, നമ്മൾ അതിലൊരു സന്തോഷം കണ്ടത്. നമ്മൾ സത്യം പറഞ്ഞാൽ ഞാനും ഒരു അനാഥയല്ലേ, ആരും ഇല്ലല്ലോ. അപ്പൊ അത് മറക്കാൻ നമ്മള് അനാഥരും കൂടെ ചേരുമ്പോ സനാഥരാകും അല്ലേ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ആഗ്രഹം എനിക്കുണ്ട്. തീർച്ചയായും അതൊക്കെ നടക്കട്ടെ. ഒരുപാട് പറഞ്ഞ പോലെ സ്നേഹം കിട്ടും എന്നുള്ളതാണ്. അതെ, ഒരു 5 മിനിറ്റ് അവരെടുത്തിരുന്നാൽ അവർക്ക് കിട്ടുന്ന സന്തോഷം, അത് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ അതല്ലേ ഏറ്റവും വലിയൊരു പുണ്യം എന്ന് പറയുന്നത്. നമ്മളിപ്പോ വിശന്നിരിക്കുന്നതിന് ഭക്ഷണം കൊടുക്കുന്നത് പുണ്യമാണ്. പക്ഷെ അതിനേക്കാളും ഈ വയസ്സായ ആൾക്കാർ ഒരുപാട് ആഗ്രഹിക്കുന്നത് സ്നേഹമാണ്. അടുത്തിരിക്കുക, മക്കളെ തലോടല്, മക്കളെ സ്നേഹ സംഭാഷണം, ഒരു 5 മിനിറ്റ് അമ്മ എന്താ വേണം എന്ന് ചോദിക്കാൻ ഒരു മനസ്സ് എല്ലാ മക്കളും കാണിക്കണം അല്ലേ. ഇങ്ങനെ കൊണ്ട് കളയുമ്പോൾ ഇപ്പൊ കാണിക്കുന്നില്ല, എത്ര അമ്മമാരെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മക്കൾ കൊണ്ട് കളഞ്ഞെന്നും പറഞ്ഞ് പറയുന്നത്. നമ്മുടെയൊക്കെ ചങ്ക് പിടഞ്ഞു പോകും. നമുക്ക് അമ്മയില്ലാത്തതിന്റെ ദുഃഖമാണ്. അപ്പൊ അതുകൊണ്ടാണ് അമ്മയില്ലാത്തതിന്റെ ദുഃഖം നമുക്കുണ്ട്. എനിക്ക് അമ്മയുടെ വില അറിയാം. കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സ്നേഹം നമുക്ക് കിട്ടിയിട്ടില്ല. എൻ്റെ 2 വയസ്സിലെ അമ്മ മരിക്കുന്നത്. പിന്നെ എന്നെ വളർത്തിയതും വലുതാക്കിയതും എൻ്റെ ചേച്ചി, എൻ്റെ ബ്രദറ്, പിന്നെ എൻ്റെ അമ്മയുടെ അമ്മ. അമ്മയുടെ അമ്മയാണ് എൻ്റെ എല്ലാം, അമ്മ. പിന്നെ അതേപോലെ ചേച്ചി നമ്മളെ വളർത്തി വലുതാക്കിയത്. എന്നുവെച്ചാൽ 2 വയസ്സിലൊക്കെ അമ്മയെ കണ്ട ഓർമ്മ പോലുമില്ല. അപ്പോൾ ഈ അമ്മ ഉള്ളപ്പോഴും അമ്മയെ അടിക്കുന്നവർ, അമ്മയെ ചീത്ത വിളിക്കുന്നവർ, അമ്മയുടെ അടുത്ത് പൈസയ്ക്ക് വേണ്ടി വഴക്കുണ്ടാക്കി ഉപദ്രവിക്കുന്നവരൊക്കെ ഒന്ന് മനസ്സിലാക്കണം, ഇവരെത്ര കഷ്ടപ്പെട്ടാണ് ഇവരെ പ്രസവിച്ചതും വളർത്തിയതും വലുതാക്കിയതും പഠിപ്പിച്ചതും ഒക്കെ. ആ നന്ദി കേട് ഒരിക്കലും കാണിക്കാൻ പാടില്ല. എന്നല്ലെങ്കിൽ നമ്മൾ പറയുന്നത് മാതാപിതാ ഗുരു ദൈവം എന്നല്ലേ. ദൈവം 3-മതല്ലേ വരുന്നുള്ളൂ. മാതാവും പിതാവും കഴിഞ്ഞിട്ടല്ലേ ദൈവം വരുന്നത്. നമ്മൾ ദൈവത്തിന് ഒരുപാട് പ്രാർത്ഥിക്കുകയും ദൈവത്തിന് നേർച്ചകൾ നടത്തുകയും ചെയ്തിട്ട് നമ്മുടെ മാതാപിതാക്കളെ കൊണ്ട് ഓൾഡേജ് ഹോമിൽ തള്ളും. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഒരു വലിയ ആഗ്രഹമാണത്. പിന്നെ നടക്കോ ഇല്ലയോ എനിക്കറിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ എന്റെ എലിസബത്തിന് ആവശ്യമുണ്ട്. ഒരുപാട് അനാഥരായ, ഒരുപാട് സ്നേഹം കിട്ടാത്ത, കഷ്ടപ്പെടുന്നവർക്ക് എലിസബത്തിന് ആവശ്യമുണ്ട്. സോ അതുകൊണ്ട് തന്നെ ദൈവം അത് നടത്തി തരും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങളുടെ പ്രത്യാശയും അത് തന്നെയാണ്. പിന്നെ ദുബായിൽ പോയപ്പോൾ ഒരു NDBയിൽ ഒരു ഇന്റർവ്യൂ ചെയ്തായിരുന്നു. അന്നേരവും ഞാനിതൊക്കെ പറഞ്ഞു. എന്നിട്ട് അന്നേരം ദീപൻ എന്ന് പറഞ്ഞൊരു പയ്യനാണ് ഇന്റർവ്യൂ ചെയ്ത NDBയിൽ. പുള്ളിക്കാരൻ നമ്പരും കാര്യങ്ങളും ഒക്കെ കൊടുത്തു. പിന്നെ ഈ ഒരു ആഗ്രഹം സഫലമാക്കാൻ വേണ്ടിയിട്ട്, ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. ഒരാൾ പോലും വിളിച്ചില്ല. അത്രയ്ക്ക് നല്ല സ്നേഹമുള്ള, കരുണയുള്ള ആൾക്കാർ ഒരാളെങ്കിലും വിളിച്ചിരുന്നെങ്കിൽ എനിക്ക് ഒരു സമാധാനം ഉണ്ടായിരുന്നത്. അത് കണ്ടിട്ട് ഒരാളെങ്കിലും വിളിച്ചിട്ട് ഞാനുണ്ട്, നമുക്ക് മുന്നിട്ടിറങ്ങാം, ഞാൻ കൂടെ സഹകരിക്കാം, നമുക്ക് അങ്ങനെ ഒരു സംഭവം കുറച്ച് പേർക്ക് നമുക്ക് ജീവിതം കൊടുക്കാം എന്ന് പറഞ്ഞ് നല്ലവരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒപ്പം ചേരുക. ഈ ഒരു ഞാനും മരിക്കാറായി, ഇവരെയാണ് ഇനി അങ്ങോട്ട് ഒരുപാടുണ്ടെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. പ്രായം ഇല്ല, എന്നാലും നമുക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടേ. അപ്പൊ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കൂടെ കിറങ്ങി വീഴാറുണ്ട്. അതൊന്ന് പിന്നെ തനിയാണല്ലോ, തനിയെ എണീറ്റ് വരും. അതെന്ന് വെച്ചാൽ ആരോരും ഇല്ലാത്തവർക്ക് ദൈവം ഉണ്ടെന്നാണ്. അപ്പൊ ദൈവം ഇങ്ങനെ മറിച്ചിടും, ദൈവം തന്നെ പിടിച്ചെണീപ്പിക്കും, കൊണ്ടുവന്ന് നേരെ ആക്കും. പക്ഷെ ഇത്രയും വീഴ്ച വീണിട്ട് ഒരുപാട് ആൾക്കാരുള്ളതൊക്കെ അവരൊക്കെ വീണ് കഴിഞ്ഞാൽ തലപൊട്ടും, കൈപൊട്ടും, കാലുപൊട്ടും, പിന്നെ കോമയാവും, പിന്നെ അവര് അതോടെ കിടപ്പില്ലാവും. ഞാൻ ഇതുപോലെ ഒരുപാട് വീഴ്ചയൊക്കെ വീണിട്ടുണ്ട്. ബാത്റൂമിലൊക്കെ അരമണിക്കൂറൊക്കെ കുറച്ച് കഴിയുമ്പോൾ എണീറ്റ് വരും. അതുകൊണ്ടാ പറയുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മളെല്ലാവരും എല്ലാ മനുഷ്യരിലും നന്മയുണ്ട് ഇല്ലേ. എല്ലാ മനുഷ്യരിലും നന്മയുണ്ട്. അപ്പൊ നമ്മള് നന്മയില്ലാത്ത ആരുമില്ല. പിന്നെ പല വഴിക്കാണെന്നേ ഉള്ളൂ. പക്ഷെ നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടത്, നമ്മളാൽ കഴിയുന്നത്, നമ്മൾ സ്വരുക്കൂട്ടി വെച്ചിട്ട് നമ്മൾ ഒന്നും കൊണ്ടുപോകത്തില്ല. എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് എണ്ണി പറയാനുണ്ട് അല്ലേ. ഒരുപാട് സമ്പാദിച്ചു വെച്ചിട്ട് ഒന്നുമില്ലാതെ പെട്ടെന്ന് പോകേണ്ടി വരുന്ന ഒരു അവസ്ഥ. ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ ഞാനിവിടെ 2016 വരുമ്പോൾ എൻ്റെ കയ്യിൽ ഒരു 53 പവനുണ്ടായിരുന്നു.
പിന്നെ മോൻ 60,000 അയക്കുന്നുണ്ടായിരുന്നു. 30,000 പെർ മന്ത് ചാരിറ്റി. സ്വർണ്ണം എല്ലാം വിറ്റ് ചാരിറ്റി ചെയ്തു. കാല് വയ്യാത്ത ഒരു അമ്മയ്ക്ക് 4 ലക്ഷം രൂപ അനന്തപുരിയിൽ ട്രീറ്റ്മെന്റിന് കോംപ്ലിമെന്റ് എന്നാണ് ആദ്യം എഴുതി തന്നത് ഡോക്ടർ. അവരവസാനം 4 ലക്ഷം രൂപ ബില്ല് തന്നു. ഒരു വഴിയില്ല, സ്വർണ്ണമൊക്കെ വിറ്റാണ് അമ്മയുടെ. ഇഞ്ചിക്കലുണ്ട്, ടീച്ചറാണ് അവര്. അവരിപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. 80. ഈ എന്റെ രോഗത്തിന് സ്ട്രോക്കോ അല്ലെങ്കിൽ അറ്റാക്ക് വരുമെന്നാ പറഞ്ഞിരുന്നത്, ഈ ബ്രെയിനിന്റെ പ്രശ്നത്തിന്. അങ്ങനെ ഞാനും വിശ്വസിക്കുന്നു. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇത് നമ്മൾ ഒരു രോഗം ദൈവം തരുമ്പോൾ അതൊരു ശാപമല്ല. കാര്യം നമുക്ക് ദൈവത്തിന് ഒരുപാട് ഇഷ്ടമുള്ളവർക്ക് ദൈവം ചിലപ്പോൾ രോഗമൊക്കെ കൊടുക്കും. എന്തിനാണെന്നറിയോ? നമ്മൾ ഈ സമൂഹത്തിൽ ഒരുപാട് പേരെ സ്നേഹിച്ചു, ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്തു. അയൽപക്കമായാലും ആരായാലും ബന്ധുക്കളായാലും ഒരുപാട് പേരെ നമ്മൾ സ്നേഹിച്ചു. ഒരുപാട് പേരെ കല്യാണത്തിനായാലും എല്ലാം ഞാൻ അകമഴിഞ്ഞ് സഹായിച്ചൊരു വ്യക്തിയാണ്. ഞാൻ പേരും ബന്ധമൊന്നും പറയുന്നില്ല തൽക്കാലം. പക്ഷെ അവരെ കാര്യങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞപ്പോ ബൈ പോലും പറഞ്ഞില്ല. ഒരു ബൈ പറഞ്ഞിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അവർക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് അല്ലാതെ പറയും എനിക്കിപ്പോ എന്റെ കല്യാണത്തിന് ആന്റി ഇല്ലാതെ എനിക്ക് കല്യാണമേ ഇല്ല എന്ന് പറയും. പക്ഷെ നാട്ടിൽ വന്ന് കല്യാണം കഴിക്കാൻ നേരത്തെ എന്നെ എല്ലാം ബ്ലോക്ക് ചെയ്തിട്ട് കല്യാണം കഴിച്ച് എൻ്റെ ഒരു വേണ്ടപ്പെട്ട കൊച്ച്, മനസ്സിലായോ, എന്നെ എന്നും വിളിക്കുമായിരുന്നു. അതിൽ എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. പക്ഷെ എന്തിന് ഇവരെ നോക്കിക്കൊണ്ടിരുന്നാൽ മതി. പൂച്ചയും പട്ടി മൃഗങ്ങളെ സ്നേഹിക്കുക. തെരുവ് നായ്ക്കൾക്ക് ഫുഡ് കൊടുക്കാറുണ്ട്. ഈ പൂച്ചകൾക്ക് പുറമെ ഒരു 3 പൂച്ച ബാക്കിൽ വരാറുണ്ട്, ഫുഡ് കൊടുക്കും. അവർക്ക് ഫുഡ് കൊടുക്കാറുണ്ട്. ഇവർക്ക് കൊടുക്കുന്ന സെയിം ഫുഡ് തന്നെ കൊടുക്കുന്നത്. കാരണം അവർ കഴിക്കാത്തതല്ലേ കൊടുക്കേണ്ടത് നമ്മൾ. അതല്ലേ മനുഷ്യരായാലും എൻ്റെ തീരുമാനങ്ങൾ അതാണ്. അവർക്ക് സുഖജീവിതം ജീവിക്കാത്തവർക്ക് നല്ലൊരു ജീവിതം കൊടുക്കുക. എന്നെ കൊണ്ട് കഴിയുന്ന പോലെ ഒരു ജീവിതം കൊടുക്കുക. എന്നെ പോലെ ഞാൻ എന്ത് കഴിക്കുന്നുവോ അത് അവർക്ക് കൊടുക്കുക. അതാണ് എൻ്റെ ആഗ്രഹം. തീർച്ചയായും വളരെ നല്ല ആഗ്രഹം തന്നെയാണ്. നല്ലൊരു കോൺസെപ്റ്റ് ആണ് ഇത് ലോകത്തിന് മുന്നിൽ എലിസബത്ത് സമർപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ IBA എന്ന് പറയുന്ന ഒരു സംഘടനയിലെ ട്രിവാൻഡ്രം ജില്ലാ പ്രസിഡന്റ് ആണ്. സ്റ്റേറ്റിന്റെ വൈസ് പ്രസിഡന്റ് കൂടിയാണ്. പിന്നെ 8 വർഷമായി, ഏകദേശം 8 വർഷം, 9ാമത്തെ വർഷമാണ് ചാരിറ്റി ഫീൽഡിൽ ഞാൻ ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത് വന്നിട്ട്. എൻ്റെ ഒരു ചെറിയ മോഹം ഉണ്ടായിരുന്നു. അത് ഇതുവരെ ചെറുതല്ല, വലിയ മോഹമാണ്. ഒരു സ്നേഹഭവനം, അത് ഇതുവരെ നടന്നില്ല. പക്ഷേ IBA എന്ന ഒരു സംഘടന, IBA എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സ് ബിൽഡേഴ്സ് ബ്രോക്കേഴ്സ് വെൽഫെയർ അസോസിയേഷൻ എന്നാണ്. ബിൽഡർമാരും ബ്രോക്കർമാരും ഒന്നിച്ചുള്ള ഒരു സംഘടന. അസംഘടിത മേഖലയായ ബ്രോക്കർമാരെ സംഘടിത മേഖലയാക്കാൻ വേണ്ടി മിസ്റ്റർ സാബു എന്ന് പറയുന്ന എൻ്റെ ഒരു ആങ്ങളെയാണ്. ഒരു അമ്മ പ്രസവിച്ചില്ലെങ്കിലും എൻ്റെ കൂടെ ജനിക്കാതെ പോയ എൻ്റെ സ്വന്തം സഹോദരനെ പോലെ തന്നെയാണ് പുള്ളിക്കാരൻ. 14 ജില്ലകളിലും 12,000 പേരെ സംഘടിപ്പിച്ചുകൊണ്ട് സംഘടിപ്പിച്ച ഒരു പ്രസ്ഥാനമാണ്. എൻ്റെ ഈ മോഹങ്ങൾ ഒരു പക്ഷേ പൂവണിയുന്നത് ഈ IBA എന്ന് പറയുന്ന സംഘടന വഴി ആയിരിക്കും. എനിക്ക് IBA എന്ന് പറയുന്ന സംഘടനയെ ഒരുപാട് വിശ്വാസമാണ്, 100% വിശ്വാസമാണ്. ആ സംഘടനയിലൂടെ ആയിരിക്കും ഇനി എൻ്റെ സ്വപ്നങ്ങൾ പൂവണിക്കുന്നത്. ഇത് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ 2016 ഞാനിവിടെ വന്നു. ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിയപ്പോൾ ആൾക്കാർ ഞാനിങ്ങനെ ചെയ്യുന്ന പ്രവൃത്തികൾ കണ്ടിട്ട് അവരോരോ പ്രോഗ്രാം ചെയ്യുമ്പോൾ അതിലൊരു ഭാഗമാകാൻ വിളിച്ചിട്ട് അവർ തന്നതാണ് ഇതൊക്കെ. പിന്നെ എനിക്ക് ഇതിലിരിക്കുന്നതിൽ ഈ പാരിജാതം ഒരു ആകെ ക്യാഷ് പ്രൈസ് ആയിട്ട് തന്നിട്ടുള്ള ഈ അതായത് നമ്മുടെ ലയൺസ് ക്ലബ്ബ് സുനിലച്ചൻ ഒരു 25,000 രൂപയും അന്ന് ഈ അടിപൊളി മൊമെന്റ് അതും ഒക്കെ തന്നു. അത് തൃശ്ശൂർ വെച്ച് നടന്നതാണ്. പിന്നെ ഇത് അവിടെ ഇരിക്കുന്നത് ഇവിടെ ഒരു ഫുട്ബോൾ നടത്തിയ പിള്ളേർ വന്നിട്ട് ചാരിറ്റി ചെയ്യുന്നതാണ്. അതിലൊരു ചാരിറ്റി ചെയ്യുന്ന ഒരാളെ നമുക്കതിൽ ഉൾക്കൊള്ളിക്കണമെന്നുണ്ട്. മാഡം വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അയ്യോ അതുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവും ഇല്ലല്ലോ, പിന്നെ ഞാൻ എന്തിനാ വരുന്നേ? ആൾക്കാർ വിചാരിക്കില്ലേ. ഇതിപ്പോ ഞാൻ ഒരു കാര്യം പറയാം, ഈ ഇരിക്കുന്ന സംഭവങ്ങളെല്ലാം കണ്ടിട്ട് ആൾക്കാർ, നമുക്കറിയാം ഇവിടെ ശരിക്കും ഞാനും വാർഷികം നടത്തിയിട്ട് ഞാൻ മൊമെന്റോ കൊടുത്തിട്ടുണ്ട്, ആദരിച്ചിട്ടുണ്ട്. ഈ ആദരിച്ചവരുടെ അടുത്തുനിന്നൊന്നും ഒരു വ്യക്തിയുടെ അടുത്തുനിന്നും, ഞാനിത് സോഷ്യൽ മീഡിയയിൽ ഇടാൻ വേണ്ടി പറയുന്നതല്ലേ, ഒരു വ്യക്തിയുടെ അടുത്തുനിന്ന് ഞാൻ 1 രൂപ എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ടില്ല.
ചോദിച്ചിട്ടില്ല. പക്ഷേ ഇവിടെ ഈ അവാർഡ് കൊടുക്കുന്ന ആൾക്കാർ 25,000 ആണ് ഒരു അവാർഡിന്റെ ചാർജ്, പേയ്മെന്റ്. പൈസ കൊടുത്താണ് അവാർഡ് മേടിക്കുന്നത്. അല്ലെങ്കിൽ ഇതില് പൈസ കൊടുത്ത് വാങ്ങിച്ചെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാനിപ്പോ അർഹതയുള്ള ഒരാളെ കാണിച്ചു കൊടുത്താല് അവര് നമുക്ക് അവാർഡ് തരും. പക്ഷെ ജയൻ കലാ സാംസ്കാരിക വേദി, ഈ സുനിൽ അച്ഛന്റെ ലയൺസ് ക്ലബ്ബ്, അത് ഈ ഇരിക്കുന്ന CPLൻ്റെത്, ഇതൊന്നും നമ്മള് പകരം ആളിനെ കൊടുക്കുക അങ്ങനൊന്നും ചെയ്തിട്ടൊന്നുമല്ല. അതുകൊണ്ട് എനിക്കിപ്പോ ഈ മൊമെന്റുകളോട് ആദരിക്കലോട് അതിനോട് വലിയ താല്പര്യം ഇല്ല. കാരണം ഇപ്പൊ വില പോയി. ഇപ്പൊ ഡോക്ടറേറ്റിന് 3 ലക്ഷം രൂപ, അവാർഡിന് ഈ 1000 രൂപയുടെ മൊമെന്റോയ്ക്ക് 25,000 രൂപ. അങ്ങനെയുള്ളൊരിത് വരുമ്പോ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, നിങ്ങളുടെ വീട്ടിലും അവാർഡൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ, മൊമെന്റ് ഒക്കെ ഇരിക്കുന്നുണ്ടല്ലോ, 25,000 കൊടുത്ത് മേടിച്ചല്ലേ എന്ന്. അതിന്റെ ആവശ്യം എനിക്കില്ല. 25,000 ഉണ്ടെങ്കിൽ 25 കുടുംബങ്ങൾക്ക് ഒരേ 1000 രൂപയുടെ കിറ്റ് മേടിച്ചു കൊടുക്കാം. അതുകൊണ്ട് ഇപ്പൊ എനിക്ക് അങ്ങനെയില്ല. പക്ഷെ ജയൻ കലാ സാംസ്കാരിക വേദിയില് ഷാജനും മോനിയും എല്ലാം ഒരുപാട് റെസ്പെക്റ്റോട് കൂടി എന്നെ വിളിച്ച് സ്റ്റേജിലിരുത്തി. ഇപ്പൊ നമ്മുടെ ഇന്ദ്രൻസ് ഉണ്ടല്ലോ, ഇന്ദ്രൻസിന് പൊന്നാട ഇടിയിച്ചു, ഷീല മേഡത്തിന് പൊന്നാട ഇടിയിച്ചു, ഷീല മേഡം എനിക്ക് പൊന്നാട ഇട്ടു. അങ്ങനെ അവരുടെ പ്രോഗ്രാമിന് എന്നെ ആത്മാർത്ഥമായിട്ട് വിളിക്കും. അവര് വളരെ റെസ്പെക്റ്റോട് കൂടി വളരെ ഇതായിട്ട് എന്നെ അതിൽ ഉൾക്കൊള്ളിക്കും. അതെല്ലാരും പറയും. ഞാൻ മധു സാറുമായിട്ടൊരു ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടപ്പോൾ പറഞ്ഞു എന്റെ കൊച്ചു മുതലാളിന്ന് കമന്റുകളൊക്കെ ഇട്ടിട്ടുണ്ട് ആൾക്കാർ. അങ്ങനെ പറയുന്നു, ഇപ്പൊ പറയുന്നു. പക്ഷെ എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ ആൾക്കാർ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചൊന്ന് കാണാൻ ചെന്നൈ വരെ പോകണമെന്ന്. അപ്പോഴാണ് ജയൻ കലാ സാംസ്കാരിക വേദി മാഡത്തിനെ വിളിച്ചതും. അന്ന് എന്നെ മോനി മസ്കറ്റ് ഹോട്ടലിൽ വിട്ട് ഫോട്ടോ എടുത്തോളാൻ പറഞ്ഞ് അങ്ങനെ ഫോട്ടോ എടുത്തു. പിന്നെ അവരൊപ്പം ഇരുത്തി, എന്നിട്ട് അവരെ കൊണ്ട് മൊമെന്റോ തന്നു, അവർക്ക് പൊന്നാട ഇട്ടു, അവർ തിരിച്ചെനിക്ക് ഇട്ട്. അങ്ങനെ ആ ഒരു സന്തോഷം. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് മനസ്സിന് സന്തോഷം തോന്നിയ ഒരു ആദരവെന്ന് പറയുന്ന ഗാന്ധി ഭവനില് നമ്മൾ ഓരോരുത്തരും നമുക്ക് ചെയ്ത കാര്യങ്ങൾ നന്ദിയോടെ സ്മരിക്കണമല്ലോ. ഗാന്ധി ഭവനില് എന്നെ കലാപ്രേമി ബഷീറിക്ക കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയിട്ട് അവിടുത്തെ ഓണറും പിന്നെ മറ്റേ സിനിമ പ്രതാപചന്ദ്രനാ പുള്ളിയുടെ സിനിമ നടന്റെ ഒരാൾ അവിടെ ഉണ്ടല്ലോ, പുള്ളിക്കാരനും എല്ലാരും കൂടെ ചേർന്നൊരു പൊന്നാട ഇട്ടു. അതാണ് എനിക്ക് ഏറ്റവും വലിയ അംഗീകാരമായിട്ട് തോന്നുന്നത്. കാരണം ശരിക്കും ഒരു സ്ഥാപനം, അതായത് സ്ഥാപനം നമ്മളെ ആദരിക്കാന്ന് പറയുമ്പോൾ അതിനൊരു വലിയ ഒരു അഭിമാനം എനിക്കുണ്ട്. കാരണം നമ്മൾ അവിടെ എന്തെങ്കിലും രീതിയിൽ ഒന്നും ചെയ്തിട്ടൊന്നുമല്ല, എന്നെ വിളിച്ചുകൊണ്ട് പോയി, എന്നിട്ട് അവര് സ്നേഹത്തോടെ ഒരു പൊന്നാടയൊക്കെ ഇട്ട് തന്നു. അപ്പോൾ അത് എനിക്ക് മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഗാന്ധി ഭവൻകാർ ചെയ്തത്. പിന്നെ ഇതെല്ലാം ഓക്കെ, പക്ഷേ പലതും ആത്മാർത്ഥമായിട്ട് വിളിച്ച് തന്നത് തന്നെയാണ്. മറ്റു ചിലരൊക്കെ എന്തെങ്കിലുമൊക്കെ നേട്ടത്തിന് വേണ്ടി തന്നത് ഉണ്ട്. അപ്പൊ നമ്മളിങ്ങനെ നമ്മുടെ പ്രവൃത്തി കണ്ട് തന്നു എന്ന് പറയാൻ പറ്റത്തില്ല. പ്രവൃത്തി എല്ലാവർക്കും ആവശ്യം വേറെ മറ്റേതെങ്കിലും, ഒന്നുകിൽ കാശ്, അതല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക അവർക്ക്, അതൊക്കെ ആവശ്യം. ഇതിൽ എടുത്തു പറഞ്ഞാൽ ഞാൻ പറഞ്ഞ നമ്മുടെ ജയൻ കലാ സാംസ്കാരിക വേദിയും സുനിലച്ഛനും പിന്നെ ഈ ഫുട്ബോളിന്റെ ക്രിക്കറ്റിന്റെ ഒക്കെ ആൾക്കാർ, അതൊക്കെ അവര് ആത്മാർത്ഥമായിട്ട് എന്നെ തേടി വന്ന് വിളിച്ചത്. ഞാൻ എങ്ങനെയാണ് എന്നെ അവാർഡൊന്നും കിട്ടണ്ട, എന്റെ ഈ ആഗ്രഹം സഫലമാക്കാൻ വേണ്ടിയിട്ട് സഹായങ്ങൾ കിട്ടുമെങ്കിൽ അതാണ് നല്ലത്. സഹായങ്ങൾ കിട്ടണം. എനിക്ക് എൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാല് വലിയ കൊട്ടാരം പോലത്തെ ഇതൊക്കെ വെച്ചിട്ട് ആൾക്കാരെ നോക്കാൻ അങ്ങനൊന്നുമല്ല. ഹട്ട് മാതിരി ചെറിയ ഒരു റൂമിൽ 2 പേര് അങ്ങനെ വെച്ചിട്ട് അതേപോലെ തന്നെ വരുത് 1 ഏക്കർ വസ്തുവിൽ. അതിൽ പിന്നെ എനിക്ക് കൃഷി ഇഷ്ടം, പ്രകൃതിയെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു. കൃഷി ഇഷ്ടമാണ്, മൃഗങ്ങളെ ഇഷ്ടമാണ്, എല്ലാ ജീവജാലങ്ങളെയും ഇഷ്ടമാണ്, മനുഷ്യരെ ഇഷ്ടമാണ്. പക്ഷെ മനുഷ്യര് ചതിക്കും. പിന്നെ അവര് ചതിക്കുമെന്നല്ല, ശരിക്കും പറ്റിപ്പാണ്, ആത്മാർത്ഥതയില്ല. നമ്മൾ അകമഴിഞ്ഞ് സ്നേഹിച്ച് എല്ലാം കൊടുത്താലും നമ്മൾ വീണ് കിടക്കുമ്പോൾ നമ്മളെ തിരിഞ്ഞു നോക്കാൻ ആളുണ്ടാവില്ല. ആ വീണ് കിടക്കുന്ന കണ്ടിട്ട് ഇവിടെ നിന്ന് മുങ്ങിപ്പോയവരുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ മനസ്സിന് വേദനകൾ തട്ടി. പക്ഷെ ഒന്നും ഓർക്കാറില്ല. ഇവരൊക്കെ എന്നെ ജീവിപ്പിക്കുന്നു, എൻ്റെ പൂച്ചക്കുട്ടന്മാരും കുട്ടികളും കുഞ്ഞുമക്കളും.